ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബീഫ് കറി വെച്ചപ്പോഴേ ചെറിയ കഷ്ണം ബീഫാണ് കിട്ടിയത്. കറി വെക്കുമ്പോൾ എപ്പോഴും വലിയ കഷ്ണം ബീഫ് വെക്കാനാണ് പതിവ്. അതാട്ടോ ടേസ്റ്റ്. കുരുമുളക് ഇട്ട് ബീഫ് വെക്കുമ്പോഴേ 2 സാധനങ്ങൾ അവസാനമായിട്ട് ചേർക്കണം. അത് ഇതറിയോ? ഒന്നതാ ഗരം മസാല, രണ്ടാമത്തെ സാധനം ഇതാട്ടോ കുരുമുളക് പൊടി. കുറച്ച് ചേർത്താൽ മതി. കാരണം എന്താ പറയുക, ഇറക്കാൻ നേരത്ത് നമ്മളിത് ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എരിവൊക്കെ മുഴുവനായിട്ടും നമുക്ക് കിട്ടും. ഇത് ആഡ് ചെയ്ത് പിന്നെ ഇറക്കി വെച്ച് മൂടി വെച്ചാൽ മതി. കഴിക്കാൻ നേരത്ത് ആകുമ്പോഴേക്കും അടിപൊളിയായിരിക്കും കേട്ടോ. ചൂടോടുള്ള കറി റെഡി. ഞങ്ങളെ ബീഫ് ഫസ്റ്റ് വേവിച്ചിട്ട് പിന്നെ ഫ്രൈ ആഡ് ചെയ്യാട്ടോ. ഉള്ളി മസാലയൊക്കെ വേറെ വഴറ്റി ആഡ് ചെയ്യുക ചെയ്യാറ്. അതെന്താ അറിയോ, ബീഫിൽ അധികം നെയ്യിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം, നമുക്ക് ആവശ്യമുള്ള മതിയല്ലോ. ഒരുമിച്ചൊട്ടാകെ വിസിലടിച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല. ബീഫ് ആദ്യം വേവിക്കുക, പിന്നെ മസാല വേറെ വഴറ്റുക, ആഡ് ചെയ്യുക. വേവിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള കൊഴുപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നില്ലേ, കൊത്തി നുറുക്കാതെ ബീഫ് കുറച്ച് വലുപ്പത്തിൽ കറി വെച്ചാൽ നല്ല രസമാട്ടോ. ട്രൈ ചെയ്ത് നോക്കിയേ. മസാലയും കൂട്ടൊക്കെ ഓരോ പ്രദേശത്ത് ഓരോ പോലെയല്ലേ, അത് നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യണേ. എന്തൊരു ചൂടാവും. അപ്പം ശരി, ബൈ.